بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ റശദഹു. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ قد أفلح من زكاها وقد خاب من دساها. മനസ്സഹോദരന്മാരെ, സഹോദരികളെ, സദസ്യരെ, ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ ഭയപ്പെട്ട അവരുടെ ഇഷ്ടപ്പെട്ട അടിമകളായി മുത്തഖീങ്ങളായി ജീവിക്കാനും വർദ്ധിക്കാനും സദാ നാം ഓരോരുത്തരും പാടുപെടുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു കൽപ്പിച്ച വിധി വിലക്കുകളെ ജീവിതത്തിൽ പകർത്തുന്ന കൂട്ടത്തിൽ ഇവിടെ നിന്ന് കേൾക്കുന്ന ഉപദേശങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ അതിൽ വീഴ്ച വരുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ച വീഴ്ചകൾ അകറ്റാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഹോദര സഹോദരന്മാരെ, ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ച വിഷയം ഇസ്ലാമിലെ മര്യാദകളും ആദാബുകളും എന്നതൊക്കെയാണ്. ഒരു സത്യവിശ്വാസി ആവേണമെങ്കിൽ അവൻ പാലിച്ചിരിക്കേണ്ടതായ മര്യാദകൾ സ്വഭാവത്തിലാവട്ടെ, പെരുമാറ്റത്തിലാവട്ടെ, സമീപനങ്ങളിലാവട്ടെ, ജീവിത രീതിയിലാസകലം അവൻ മറ്റുള്ളവരിൽ നിന്നിട്ട് അഥവാ ഇതര മതസ്ഥരിൽ നിന്നിട്ടും മുസ്ലിങ്ങളല്ലാത്തവരിൽ നിന്നിട്ടും വ്യത്യസ്ത രൂപത്തിൽ ആവണം എന്നതാണ് ഇസ്ലാമിൻ്റെ നിർബന്ധം. ഇന്നമൽ ഉമമുൽ അഖ്ലാഖു മാ ബഖിയത് വഇൻഹും ദഹബത് അഖ്ലാഖുഹും ദഹബു എന്നാണ് കവി പറയുന്നത്. സമൂഹങ്ങൾ, ഉമമുകൾ അവർ പോയി വിട്ടുകടന്നു പല കാലഘട്ടങ്ങളിലായി എന്ന് നമുക്ക് അനുമാനിക്കാമെങ്കിലും അവരുടെ പോക്കിനു ശേഷം ശേഷിക്കുന്നത് അവരിലുണ്ടായ അഖ്ലാഖാണ്. അവർ ജനങ്ങളോട് സമീപിച്ച രീതിയാണ്, അവരുടെ പെരുമാറ്റ രീതിയാണ്, അവരുടെ മര്യാദയും അവരുടെ ജനങ്ങളോടുള്ളതായ അച്ചടക്കവും പെരുമാറ്റവും ആ രീതികളൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ. അവർ നമ്മളോട് വിട വാങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ശേഷിക്കുന്നത് അതാണ്. അതുകൊണ്ട് ഏത് ഉമ്മത്തുകൾ നമ്മുടെ മുമ്പിൽ വിട്ടുകളന്നിട്ടുണ്ടോ ആ ഉമ്മമുകളിലെല്ലാം ഉണ്ടായിരുന്നതായ നല്ല ഭാഗങ്ങളെ ഇന്ന് വരേക്കും ചരിത്രം പ്രശംസിച്ചുകൊണ്ടേയിരിക്കുന്നു, പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിനെ പരിപൂർണമാക്കാൻ വേണ്ടിയാണ് ഇസ്ലാം വന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട്, ഞാനിവിടെ നിയോഗിക്കപ്പെട്ടതിൽ യുതമ്മിമ മകാരിമൽ അഖ്ലാഖ്, അഖ്ലാഖിൻ്റെ മകാരിമകൾ, ആ ബഹുമതിയും ബഹുമാനവും നിറഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ പരിപൂർണമാക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ നിയോഗിക്കപ്പെട്ടത് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നത് നമുക്ക് പരിചയമുള്ളതായ ഹദീസാണ്. ഈ ആദാബ് എന്ന് പറയുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ളതായ, അല്ലാഹുവിൻ്റെ ജലാലിനോട്, അളമത്തിനോട് യോജിക്കുന്ന രൂപത്തിലുള്ളതായ അദബ് കൊണ്ട് നമുക്ക് ആരംഭിക്കാം. അതെങ്ങനെയാണ്? നമ്മുടെ ഷിട്ടാവായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഖുർആനിലൂടെ മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായിലൂടെയും മെഹ്റാജിലൂടെയും നബിയെ ഇവിടെ നിന്ന് ക്ഷണിച്ചു കൊണ്ടുപോയ ആ രാത്രിയിൽ അത്ഭുതങ്ങൾ
വലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാത്രിയിൽ കണ്ടു എന്നതാണല്ലോ. ആ കണ്ടതായ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ഒരു വിഭാഗം നിഷേധിക്കുകയും വിരോധിക്കുകയും എതിർക്കുകയും അവഗണിക്കുകയും ചെയ്തതായ സന്ദർഭത്തിൽ സൂറത്തുൽ നജ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പുകഴ്ത്തി വാഴ്ത്തി. അവർ മാസാഗൽ ബസറു വമാ തഗ, അതുപോലെ തന്നെ മാ കദബൽ ഫുആദു മാ റആ, അവര് അള്ളാഹുവിൽ നിന്നിട്ട് കണ്ടതായ ആ അത്ഭുതങ്ങൾ, കാണിച്ചു കൊടുത്തതായ അത്ഭുതങ്ങൾ, അതെല്ലാം ശരിക്ക് കണ്ണുകൊണ്ട് കണ്ട് ഹൃദയത്തിൽ തട്ടിപ്പറയുകയാണ്, എന്തെങ്കിലും പറയുകയല്ല. അവര് അതിന് നൽകേണ്ടതായ മര്യാദയും അദബും നൽകിയിട്ടാണ് അത് ഉൾക്കൊണ്ടത്. അള്ളാഹുവിൽ നിന്നിട്ടാണ് എന്നതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നതായ ദൃഷ്ടാന്തങ്ങളെ അവർ ഹൃദയം തട്ടുന്ന രൂപത്തിൽ ഉൾക്കൊണ്ടു. അതിനെ കണ്ണുകൊണ്ട് ദൃഷ്ടിച്ചത് മാത്രമല്ല, അത് ഹൃദയത്തിൽ പതിയുകയും ചെയ്തു എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ സമീപന രീതിയെക്കുറിച്ച്, ആ അദബിനെ കുറിച്ച്, ആ മര്യാദയെക്കുറിച്ച് പറയുന്നതായിട്ട് കാണാം. അങ്ങനെ ഓരോ നബിമാരെ കുറിച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും യഥാർത്ഥ മൗദൂഇലേക്ക്, നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് പെട്ടെന്ന് കടക്കാൻ വേണ്ടി ഞാൻ നബിമാരെ കുറിച്ച് നീട്ടിപ്പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ചില്ലറ മസലുകൾ, ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. ഈസ നബി അലൈഹിസ്സലാം പരലോകത്തിലേക്ക് അവരെ ക്ഷണിച്ചു കൊണ്ടുവരുന്ന രംഗം നമുക്കൊക്കെ പലപ്പോഴും കേട്ട് പരിചയമുള്ളതാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസ നബിയോട്, നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യാനികളോട്, നിങ്ങളുടെ ഖൗമിനോട് നിങ്ങൾ പറഞ്ഞിരുന്നുവോ നിങ്ങളെയും നിങ്ങളുടെ മാതാവിനെയും വിളിച്ച് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ദൈവമാക്കി മാറ്റുവാനും എന്നൊക്കെ ചോദിച്ച സന്ദർഭത്തിൽ മഹാനായ ഈസ പറയുന്നതായിട്ട് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഖുർആനിൽ. ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംത, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് അറിയുമല്ലോ റബ്ബേ, നീയല്ല എന്നെ നിയോഗിച്ചത്. നീ പറയാത്തതും നീ എന്നോട് കൽപ്പിക്കാത്തതും ഞാൻ പറയുകയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് അറിയാമല്ലോ എന്ന ആ അദബോട് കൂടിയുള്ള, മര്യാദയോട് കൂടിയുള്ളതായ മറുപടിയായിരുന്നു ഈസ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറഞ്ഞത്. അതേ സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ല റബ്ബേ എന്നല്ല പറഞ്ഞത്. അങ്ങനെയും പറയാമല്ലോ. ചോദിച്ച ചോദ്യത്തിന് നിങ്ങളങ്ങനെ പറഞ്ഞോ ക്രിസ്ത്യാനികളോട്? ഇപ്പോൾ ലോകത്തിലുള്ളതായ ബഹുഭൂരിപക്ഷം ആവാൻ പോകുന്ന വിഭാഗം എന്ന് റസൂൽ സൂചിപ്പിച്ച ആ വിഭാഗം വിശ്വസിക്കുന്നത് എന്താണ്? ആ ഈസ നബി അലൈഹി സ്വലാം കൊണ്ടുവന്നതായ തത്വത്തിന്റെ ഘടകവിരുദ്ധമായ തത്വമാണ്. അതേതാണ്? ആ ഈസ നബി അള്ളാഹുവിന്റെ ദൂതരായിരുന്നു എന്നത് വിശ്വസിക്കുന്നതിന് പകരം ആ ഈസ നബി അലൈഹി സ്വലാമിനെ ദൈവമാക്കി മാറ്റുകയും അവരുടെ ഉമ്മയെയും അങ്ങനെ തന്നെ ദൈവത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുകയും അള്ളാഹുവിന്റെ ഒരു ഭാഗമാക്കി മാറ്റുകയും എന്നിട്ട് അവരെയെല്ലാം പൂജിക്കുകയും അവരെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുകയും അവർക്ക് അറവ് നേർച്ച പോലത്തതായ ആരാധനകളെ ഇനങ്ങളൊക്കെ സമർപ്പിക്കുകയും ചെയ്യുക എന്ന മഹാപാപമാണ് ചെയ്തത്. ഈ ചെയ്തതിനെ കുറിച്ച് പരലോകത്തിൽ അള്ളാഹു ഈ ജനലക്ഷങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഈസ നബിയെ കൊണ്ടുവരുന്ന രംഗം ഖുർആനിൽ സൂറത്ത് അൽ മാഇദയുടെ അവസാനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അവിടെ മഹാനായ ഈസ അലൈഹി സ്വലാമിനോട് ചോദിക്കുന്ന സന്ദർഭത്തിൽ അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിന് പകരം ഇൻ കുന്തു ഖുൽതുഹു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഖദ് അലിംതഹു, അത് നിനക്ക് അറിയാമല്ലോ റബ്ബേ. നീ അറിയാതെ കാണാതെ കൊള്ളാതെ എനിക്ക് വല്ലതും പറയാൻ പറ്റുമോ എന്ന് പറയും പോലെ തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക, എൻ്റെ നഫ്സിലുള്ളത് എന്താണ് എന്നത് നിനക്കറിയും, നിന്റെ നഫ്സിലുള്ളത് എന്താണ് എന്നത് എനിക്ക് അറിയുകയില്ല എന്ന അദബോട് കൂടിയുള്ള, മര്യാദയോട് കൂടിയുള്ളതായ ആ സമീപനമാണ് ഈസ നബി അലൈഹി സ്വലാം പരലോകത്തിൽ കൈകൊള്ളുക എന്ന് അള്ളാഹു നമുക്ക് ഖുർആനിലൂടെ പഠിപ്പിച്ചു. അദബ് എന്ന് പറയുമ്പോൾ നാം ആദ്യം അള്ളാഹുവിനോട് കാട്ടേണ്ടതായ അദബിനെ കുറിച്ച് ആ നമ്മുടെ അദബിൽപ്പെട്ടതാണ്, നാം ഈ വിഷയത്തിന് നൽകുന്നതായ അവകാശത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിനോട് കാട്ടേണ്ട അദബ് ആദ്യം പഠിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുഖവര എന്നോണം അദബ് എന്ന മര്യാദ എന്ന വിഷയം പറയുമ്പോൾ അള്ളാഹുവിനോടുള്ള മര്യാദ ആദ്യം ഞാൻ വിശദീകരിക്കുന്നത് വളരെ ഷോർട്ടായ രൂപത്തിൽ. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ റബ്ബേ അവരെ പിടിച്ച് ശിക്ഷിക്കുകയാണെങ്കിൽ നിന്റെ അടിമകളല്ലേ, നിനക്ക് എന്തും കാട്ടാം. അതേ സമയത്ത് നീ അവർക്ക് മാഫി ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നീ അതിന് അർഹൻ തന്നെയാണ്, മാന്യനാണ് എന്ന ശൈലി, അഥവാ അതോടുകൂടിയുള്ളതായ ശൈലി. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് പലപ്പോഴും കേട്ട് പരിചയമുള്ളതായ സംഭവമാണ്. അല്ലദീ ഖലഖനി, അള്ളാഹുവിനെ കുറിച്ച് അവരുടെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തതായ ഭാഗത്തെക്കുറിച്ച് നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്.
പഠിപ്പിക്കുകയാണ്, നാമം പഠിക്കാൻ വേണ്ടി തന്നെ. ഈ ആയത്ത് പലപ്പോഴും ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഹോസ്പിറ്റലുകളിലെല്ലാം എഴുതി വെച്ചതായിട്ട് കാണാം, വെണ്ടേക്ക അക്ഷരത്തിൽ കേൾക്കാൻ പോകുന്നതായ ആയത്ത്. അതിൽ പെട്ടതാണ് അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ. ഹോസ്പിറ്റലിലുള്ള ഭാഗം അതാണ്, വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ. വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ എഴുതി വെച്ചായിട്ട് കാണാം. പണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ തത്വമാണ്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാവിലൂടെ, ഈ ലോകാത്ഭുത ഗ്രന്ഥത്തിലൂടെ ഖുർആൻ ഇബ്രാഹിം പണ്ട് അവരുടെ ഖൗമിനോട് പറഞ്ഞ ഭാഗമായിട്ട് നമുക്ക് പഠിപ്പിക്കുകയാണ്. എൻ്റെ രക്ഷിതാവ് ആരാണ്? ഖലഖനി ഫഹുവ യഹ്ദീൻ. അവൻ എന്നെ സൃഷ്ടിച്ചു, അവനെയാണ് എന്നെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവൻ, അവനാണ് എനിക്ക് ഭക്ഷണം നൽകുന്നവൻ, അതുപോലെ തന്നെ പാനീയം നൽകുന്നവൻ. എനിക്ക് രോഗം ബാധിച്ചാൽ അവനാണ് എൻ്റെ രോഗത്തെ ശിഫിയാക്കുന്നവൻ എന്നല്ലാതെ എനിക്ക് അല്ലാഹ് രോഗം പിടിപ്പിച്ചാൽ എന്നല്ല പറഞ്ഞത്. അങ്ങനെ പറയാമല്ലോ അറബി ഭാഷയിൽ. ഇതാ അമ്രദനി, റബ്ബ് എന്നെ രോഗിയാക്കി മാറ്റിയാൽ, കാരണം രോഗിയാക്കി മാറ്റുന്നത് റബ്ബല്ലേ. അപ്പോൾ അതൊരു അതവുകേടാണ്. ആ അതവുകേടായതുകൊണ്ട് ഇതാ അമ്രദനി എന്ന് പറഞ്ഞില്ല, എനിക്ക് രോഗം ബാധിപ്പിച്ചാൽ എന്ന് റബ്ബിലേക്ക് ചേർത്തില്ല എന്ന് നമുക്ക് ഇവിടുന്ന് വ്യക്തമാണ്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രങ്ങളിലൊക്കെ സൂറത്തുൽ കഹ്ഫിൽ ധാരാളം കാണാം. അള്ളാഹു തന്നെയാണ് നന്മയുടെയും തിന്മയുടെയും എല്ലാം ഉടമ, അതിന്റെ ഷിട്ടാവ്. എന്നിട്ട് പോലും തിന്മയുടെ ഭാഗങ്ങളൊക്കെ അള്ളാഹിലേക്ക് ചേർത്ത് പറയാത്ത രീതികളൊക്കെ നബിമാരിൽ നാം കാണാറുള്ളതാണ്. റബ്ബി ബിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ എന്ന് അവർ വളരെ അള്ളാഹുലേക്ക് ആശ്രയിച്ചതായ, ആഗ്രഹിച്ചതായ, അള്ളാഹുവിന്റെ നിഅമത്തിനെ പ്രതീക്ഷിച്ചതായ ഒരു രംഗമായിരുന്നു അവര് നാട് കടത്തപ്പെട്ട സന്ദർഭത്തിൽ മൂസാ നബി അലൈഹിസ്സലാം എന്നിട്ട് ശുഐബ് എന്ന മഹാവ്യക്തിത്വത്തിന്റെ അടുക്കിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് വെള്ളം കൂട്ടുന്നതായ, ആടുകളെ മേയ്ക്കുന്നതായ പെൺകുട്ടികളെ കണ്ട വാർത്തയും, അവിടെ അവരുടെ കൂടെയുള്ള ആടുകൾക്ക് വെള്ളം ശരിക്ക് വയറ് നിറയെ അവർ കുടിപ്പിച്ചു കൊടുത്തു. ധാരാളം ആട്ടുംകൂട്ടങ്ങൾക്ക് ഇതെല്ലാം ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ പ്രയാസത്തോടു കൂടി പറഞ്ഞതായ സംഭവമാണ് എന്ത്? അള്ളാഹുവേ എനിക്ക് ഭക്ഷണം നൽകണം, എനിക്ക് പാനീയം നൽകണം എന്നല്ല അവിടുന്ന് ആവശ്യപ്പെട്ടത്. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ബഹുമാനിച്ച, ആദരിച്ച് നബിയാക്കാൻ പോകുന്ന വ്യക്തിത്വമായതുകൊണ്ട് തന്നെ ആ മഹാവ്യക്തിത്വത്തിന്റെ വായിൽ നിന്നിട്ട് വരുന്ന ഭാഗമാണ് നിന്റെ അനുഗ്രഹത്തിൽ ഞാൻ കൊതിക്കുന്നു, നിന്നിലേക്ക് ഞാൻ ആശ്രയിക്കുന്നു എന്ന അതവോടുകൂടിയുള്ള, മര്യാദയോടുകൂടിയുള്ളതായ വാക്കായിരുന്നു മഹാനായ മൂസാ നബി പറഞ്ഞത്. അതുപോലെ ആദ്യം തുടക്കത്തിൽ ആദം നബി അലൈഹി സ്വലാം റബ്ബനാ വലംനാ അൻഫുസന അവരുടെ ശരീരത്തിലേക്ക് ചേർത്ത് പറഞ്ഞു. അള്ളാഹിന്റെ വിധി, അള്ളാഹിന്റെ ഇലാഹി തഖ്ദീസ് അനുസരിച്ചിട്ട് അവർ ഭക്ഷണം തിന്നു, സ്വർഗത്തിൽ നിന്നിട്ട് അവരിവിടെ വരണമെന്ന് അള്ളാഹിന്റെ തീരുമാനമാണ്. ഇതൊക്കെ അറിയുന്നതായ ആദം നബി അലൈഹി സ്വലാം അള്ളാഹിലേക്ക് ചേർത്തില്ല. റബ്ബനാ വലംനാ അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന രൂപത്തിലാണ് പ്രാർത്ഥിച്ചത്. അഥവാ തെറ്റായ കാര്യങ്ങളൊക്കെ ഞങ്ങളിൽ നിന്നിട്ട് ഉടലെടുത്തതാണ്. ആ ഉടലെടുത്തതായ തെറ്റുകളെ നീ ഞങ്ങൾക്ക് മാഫി ചെയ്ത് തരണം റബ്ബേ എന്ന് അതവോടുകൂടി, മര്യാദയോടുകൂടി മഹാനായ ആദം അലൈഹിസ്സലാമും അവരുടെ ഭാര്യയും നമ്മുടെ ഉമ്മയുമായ ഹവ്വാവും പ്രാർത്ഥിച്ചു എന്നത് നമുക്ക് പരിചയമുണ്ട്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം വരരുത്, ഈ ദുൽമൊക്കെ നാം ചെയ്യുമ്പോൾ അള്ളാഹു ആണ് അതിന്റെ കാരണക്കാരൻ എന്നതുകൊണ്ട് അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ട് ദുൽമ ചെയ്യിപ്പിച്ചു എന്നതല്ല. ദുൽമ ചെയ്യാൻ ഉപയോഗിക്കുന്ന സർവ്വ കഴിവും മാധ്യമങ്ങളും അള്ളയാണ് സൃഷ്ടിച്ചത്. പക്ഷേ നമ്മളോട് കൽപ്പിച്ചത് എന്താണ്? ഇത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. എൻ്റെ നഫ്സിൽ ഞാൻ ദുൽമ എന്ത് ചെയ്തിട്ടുണ്ട്? ഹറാമാക്കിയിട്ടുണ്ട്. ഫലാ തളാലമു, നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യരുത്? അക്രമിക്കരുത് എന്ന അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. അപ്പോൾ നമുക്ക് നന്മ തിന്മ ഏതും തിരഞ്ഞെടുക്കാനുള്ളതായ സ്വാതന്ത്ര്യം നമ്മിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അർപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് തന്നെ അറിയുന്നതാണ്. ഇപ്പോൾ ക്ലാസ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് വരികയും ചെയ്യാം, വരാതിരിക്കുകയും ചെയ്യാം, ഇഷ്ടാനുസരണം ചെയ്യാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു? ദേഹിച്ച് അടിമപ്പെട്ടില്ല, പിശാചിന് അടിമപ്പെട്ടില്ല. എന്നിട്ടോ പള്ളിയിലേക്ക് പോകും, ക്ലാസ് കേൾക്കും, ദഅവത്തിൽ പങ്കെടുക്കും, പള്ളിയിലുള്ളതായ ദർസിൽ പങ്കാളിയാകും എന്ന് തീരുമാനിച്ചു. അപ്പോൾ അള്ളാഹുവിന്റെ തൗഫീഖ് നിങ്ങൾക്ക് ലഭിച്ചു. അതിൽ തന്നെ ആ സംശയത്തിന് മറുപടി ലഭിക്കുകയും ചെയ്തു. അതെ, അതുപോലെ തന്നെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം, നിങ്ങൾക്കറിയാം യൂസുഫ് അലൈഹി സ്വലാമിന്റെ ഖിസ്സ അല്ലാഹു ഖുർആനിൽ അഹ്സനുൽ ഖസസി ബിമാ ഔഹീനാ ഇലൈക, നിങ്ങൾക്ക് ഇറക്കി തരുന്നതായ ചരിത്രങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ടത് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചതായ ആ മഹാരസകരമായ
ആ ചരിത്രം, അള്ളാഹ് പറഞ്ഞതായ ആ ചരിത്രത്തിൽ ഉൾക്കൊള്ളുന്ന ഭാഗത്തിൽപ്പെട്ടതാണ് അവർ കണ്ടതായ കിനാവിന്റെ തഅ്വീൽ അനുസരിച്ചിട്ട് പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടിലെല്ലാം പെട്ട് ജയിലിൽ കടന്നു, കിണറ്റിൽ എറിയപ്പെട്ടു, അതുപോലെ തന്നെ അഭിമാനത്തിൽ പരീക്ഷിക്കപ്പെട്ടു. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം കുടുംബവുമായിട്ട് അവർക്ക് ഒരുമിച്ച് കൂടാനുള്ളതായ ചാൻസ് ലഭിക്കുന്നു. അങ്ങനെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം അള്ളാഹിനോടുള്ളതായ അദബും മര്യാദയും കാട്ടുന്ന രൂപമാണ് വാപ്പാനോടും ഉമ്മാനോടും പറയുകയാണ്, അള്ളാഹ് ചെറുപ്പത്തിൽ എനിക്ക് കിനാവ് കണ്ട ഭാഗം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ സന്ദർഭത്തിൽ നിങ്ങൾ ആരോടും പറഞ്ഞു പോകരുത് ഈ കിനാവ് എന്ന് പറഞ്ഞല്ലോ, ആ കിനാവിന്റെ തഅബീറാണ് വാപ്പ ഉമ്മ ഇപ്പോൾ നിങ്ങൾ കണ്ടത് എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞ സന്ദർഭത്തിൽ അവർ ഓർമ്മിപ്പിക്കുകയാണ്. അവരെ ദ്രോഹിച്ച, മർദ്ദിച്ച, കിണറ്റിലേക്ക് എറിഞ്ഞ ജ്യേഷ്ഠന്മാർ കൂടെയുണ്ട്. ആ ജ്യേഷ്ഠന്മാരുടെ മുമ്പിൽ അവർ തെറ്റുകാരാണെന്ന രൂപത്തിൽ സംസാരിക്കൽ അദബുകേടാണ്. അങ്ങനെ അദബുകേടായത് കൊണ്ട് തന്നെ അവരെ തൊട്ട് സംസാരിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് ജഅലഹാ റബ്ബി ഹഖ്ഖ വഖദ് അഹ്സന ബി ഇദ് അഖ്റജനി മിനസ് സിജ്നി, എത്ര അനുഗ്രഹങ്ങൾ അല്ലാഹു എനിക്ക് ചെയ്തു തന്നു. ഞാൻ ജയിൽ പുള്ളിയായ സന്ദർഭത്തിൽ ആ ജയിലിൽ നിന്നിട്ട് എന്നെ മോചിപ്പിച്ച റബ്ബല്ലേ എന്നാ പറഞ്ഞത് എന്നല്ലാതെ കിണറ്റിൽ വലിച്ചെറിയപ്പെട്ടപ്പോൾ കിണറ്റിൽ നിന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തിയതായ റബ്ബ് എന്ന് പറഞ്ഞില്ല. കാരണം കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ ആൾ മുമ്പിലിരിക്കുന്നുണ്ട്, ആര്? ജ്യേഷ്ഠന്മാർ. അവരെ കുത്തി പറയിലായിരിക്കും, അപ്പോൾ അദബ് കേടായിരിക്കും. അങ്ങനെയുള്ള അദബ് കേടിന്റെ പദം അവിടെ ഉപയോഗിച്ചില്ല. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം ഇത് അഖ്റജനി മിനൽ ജുബ്ബി എന്ന് പറയാമായിരുന്നു. വലിച്ചെറിയപ്പെട്ട കിണറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയതാണല്ലോ. നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാവിധമാണ് അവിടെ നിന്ന് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്തിയത്. അതുപോലെ തന്നെ ആ സംഭവിച്ച സംഭവങ്ങളെ കുറിച്ച് തന്നെ മിംബഅദി അൻ നസഗ ശൈത്താനു ബൈനി വബൈന ഇഖ്വതി, എന്റെയും എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സഹോദരന്മാർ, എൻ്റെ ജ്യേഷ്ഠന്മാരുടെ ഇടയിൽ പിശാച് ഇടപെട്ട സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ മൂപ്പരയിൽ കൈയാളി എന്നല്ല, യൂസുഫ് നബി അലൈഹി സ്വലാം തെറ്റുകാരനല്ല. യൂസുഫ് നബി അലൈഹി സ്വലാം പിശാചിനെ വഴിപ്പെട്ടിട്ടേ ഇല്ല. മനസ്സിലായില്ലേ? പിശാചിന്റെ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങളിൽ പെട്ടതാരാണ്? ജ്യേഷ്ഠന്മാരാണ്. പക്ഷേ മൂപ്പരെയും ഉൾക്കൊള്ളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അത് അവരുടെ അദബിന്റെ രൂപമാണ് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്ന ശൈലിയാണ്. അങ്ങനെയാണ് നബിമാരൊക്കെ അദബ് നമുക്ക് പഠിപ്പിച്ചത്. ഇതിനെക്കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അൽ അദബ് മഅ അല്ലാഹ് എന്ന വിഷയത്തിനെ കുറിച്ച് നീട്ടി വലിച്ച അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അദീമിൽ നാം നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ, നമസ്കരിക്കുന്ന സമയത്ത് ഹാഫിളു അലസ് സ്വലവാത്ത്, നിങ്ങൾ നമസ്കാരത്തെ കൃത്യമായി നമസ്കരിക്കുക. പിന്നെയോ അലാ സലാത്തിഹിം ദായിമൂൻ വഅലാ സലാത്തിഹിം ഹാഫിളൂൻ, രണ്ട് ശൈലിയുണ്ട് ഖുർആനിൽ അല്ലേ? ഹാഫിളൂൻ ഉണ്ട്, ദായിമൂൻ ഉണ്ട്. എന്താ ദായിമൂൻ? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. സലഫ് സാലിഹ്യങ്ങൾ എന്നിട്ട് പലരുടെയും അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ദായിം എന്ന് പറഞ്ഞ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു നിമിഷം പോലും അദബിൽ നിന്നിട്ട് തെറ്റാതെ, അദബോടുകൂടി അള്ളാന്റെ മുമ്പിലല്ലേ, അത് ഓർത്താൽ മതി. അതാണ് ഇഹ്സാനിന്റെ അർത്ഥം. റസൂലുള്ളാഹ് നൽകിയത് ജിബ്രീലിന്റെ മുമ്പിൽ വെച്ചിട്ട് എന്താണ്? അൻ തഅബുദല്ലാഹ കഅന്നക തറാ, അല്ലാഹനെ കാണുമ്പോലെ അല്ലാഹനെ ആരാധിക്കുക. ഫഇൻ ലം തകുൻ തറാ, അല്ലാഹനെ നീ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക, അല്ലാഹ് നിന്നെ കാണുന്നുണ്ട്. ഈ അല്ലാഹ് കാണുന്നുണ്ട് എന്ന ഓർമ്മയോട് കൂടി നമസ്കരിക്കലാണ് ദായിമൂൻ എന്നതിന്റെ അർത്ഥങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് വെച്ചതായിട്ട് കാണാം. മറ്റത് കൃത്യമായിട്ട് മുഹാഫള നടത്തുക എന്നതാണ്. അഥവാ കൃത്യസമയത്ത് തന്നെ നമസ്കരിച്ച് കിട്ടണം, അത് പിന്താൻ പാടില്ല എന്ന നിർബന്ധ പുലർത്തലാണ് ഹാഫിളൂൻ. അതുപോലെ തന്നെ ദായിമൂൻ എന്ന് പറഞ്ഞാൽ അത് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ നിസ്കാര മധ്യേ അള്ളാഹുവിനോടുള്ളതായ അദബ്, മര്യാദയിൽ വീഴ്ച വരുത്താതിരിക്കുന്ന ആ ശൈലി നമ്മളിൽ ഉണ്ടാവണം എന്നതാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്തിൽ? നാം അള്ളാഹുവോട് പറയുന്ന കാര്യങ്ങളിൽ. നാം പറയുന്ന അറബി ഭാഷ എന്ത് വേണ്ടി വരും? അപ്പോൾ എന്ത് വേണ്ടി വരും? പഠിക്കേണ്ടി വരും. ചുരുങ്ങിയാൽ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവോട് പറയുന്നതെങ്കിലും പഠിക്കണം. ഇല്ലെങ്കിൽ ഈ പറയുന്ന നിനക്ക് എന്താണ് ഞാൻ അള്ളാഹുവോട് പറയുന്നത് എന്ന് അറിയുന്നില്ലെങ്കിൽ എന്താ ആ മുഖാതബക്ക്? അള്ളാഹിനോട് മുഖാതബ നടത്തല്ലേ, അള്ളാഹിനോട് മുനാജാത്ത് നടത്തല്ലേ, അള്ളാഹിനോട് സംസാരിക്കല്ലേ. ഈ സംസാരിക്കുന്ന രണ്ട് വ്യക്തികളുണ്ടെങ്കിൽ ഒരാൾക്ക് വിവരം അറിയുന്നില്ലെങ്കിൽ അവിടെ പരിഭാഷകനെ നാം ഇവിടെ വെക്കാറുണ്ട് ദുനിയാവിൽ അല്ലേ? പരിഭാഷകനെ മനസ്സിലാവാൻ വേണ്ടി എന്താണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന്. അള്ളാഹ്ക്ക് ലോകത്തിലുള്ള സർവ്വഭാഷയും അള്ളാഹാണ് സൃഷ്ടിച്ചാൽ, അതുകൊണ്ട് അള്ളാഹ്ക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ സൃഷ്ടിയാകുന്ന നീ അവന്റെ മുമ്പിൽ നിന്നിട്ട് പറയുമ്പോൾ നീ അവനോട് കാട്ടുന്ന അദബിലും മര്യാദയിലും പെട്ടതാണ് എന്ത്? നീ പറയുന്നത് എന്താണെന്ന് നീ അറിഞ്ഞിരിക്കണം, നീ പഠിച്ചിരിക്കണം.
നീ മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കും പോലെ നീ സൗദി അറേബ്യയിലേക്കും ഗൾഫ് രാഷ്ട്രത്തിലേക്കും വരാൻ തീരുമാനിച്ചപ്പോൾ പണ്ട് 10-50 കൊല്ലം മുമ്പ് ഞാൻ പറയാറുണ്ട്, ഞാൻ വന്നതായ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലുള്ളതായ സബീന പാട്ടൊക്കെ അല്ലെങ്കിൽ പല അറബി പദ്യങ്ങളൊക്കെ ഉണ്ട്. സയ്യാറത്തുൻ കാർ ഒമസുനുൻ കാർ ഒസിത്തത്തുൻ ആർ ഒനഹറുൻ ഹാർ എന്നൊക്കെ പറയുന്ന പദങ്ങളൊക്കെ പണ്ട് പാടുന്ന കേട്ടിരുന്നു ചെറുപ്പത്തിൽ. എന്തിനാണത്? അവർക്ക് ഉറപ്പുണ്ട് അവിടെ പോയാൽ താക്കോല് കിട്ടുമെന്ന്. എന്തിന്റെ? കാറിന്റെ. അപ്പോഴോ കാറ് എന്ന് പറയുന്ന വാക്ക് എന്താണ് അറബി ഭാഷയിൽ നിന്ന് പഠിച്ചിരിക്കണം. പള്ളയുടെ പ്രശ്നമാണ് അല്ലെ. അതുകൊണ്ട് പള്ളയുടെ പ്രശ്നം ശ്രദ്ധിക്കണമെന്ന ബോധം അവർക്ക് ഉണ്ടായതുപോലെ നമുക്കുണ്ടായതുപോലെ ഞാൻ ആരെ ആക്ഷേപിക്കല്ല, അതൊക്കെ അനിവാര്യമാണ്. നാം ഏത് മേഖലയിലേക്ക് നാം കടക്കാൻ തീരുമാനിച്ചാൽ ആ മേഖലയെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം, നമുക്കൊരു വിദ്യാഭ്യാസം വേണം, ഒരു പഠനം വേണം. കച്ചവടമാണെങ്കിലും കൃഷിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും വ്യാപാരമാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. ഇസ്ലാം വിരോധിക്കുന്ന കാര്യമല്ല. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണെങ്കിലും അത് നാം പ്രാക്ടിക്കലാക്കുന്നുണ്ടെങ്കിലും എന്തേ അള്ളാഹിന്റെ മുമ്പിൽ 5 വക്ത് നേരം 17 റക്അത്ത് നിസ്കരിക്കാൻ നിൽക്കുന്ന ആ നമസ്കാരത്തിൽ അള്ളാഹിനോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് വിവരമില്ലെങ്കിലും തിരക്കേടില്ല എന്ന് ഫത്വ, അറിവില്ലാത്തവരുള്ള ഫത്വ കേട്ടുകൊണ്ട് അങ്ങനെയുള്ള രൂപത്തിൽ ഒരു വിവരമില്ലാത്ത ജാഹിലായിട്ട് അള്ളാഹിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് തത്തപ്പാട്ട് പാടുന്ന ഗതികളിലേക്ക് എത്തിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? അശ്രദ്ധ കാരണത്താൽ തന്നെ, ഗഫലത്ത് കാരണത്താൽ തന്നെ. ആ അശ്രദ്ധ മാറ്റണം, അശ്രദ്ധ നിർത്തണം, എന്നിട്ട് ശ്രദ്ധയോടുകൂടി നമസ്കരിക്കുന്നവരായി മാറണം. അപ്പോഴാണ് എന്ത് സംഭവിക്കുക? അള്ളാഹിനോട് കാട്ടുന്ന അദബ്, അള്ളാഹിനോട് കാട്ടേണ്ട മര്യാദ കാട്ടിയവരായി മാറുക. ഇത് എപ്പോഴെങ്കിലും ഒരു കൊല്ലത്തിലൊരു പ്രാവശ്യം ചെയ്യുന്ന നിസ്കാരമല്ലല്ലോ, മാസത്തിലൊരു പ്രാവശ്യമല്ലല്ലോ, ദൈനംദിനം 5 നേരമാണ് ഈ കാട്ടുന്നത്. ചുരുങ്ങിയാൽ അതെ, ഫാത്തിഹ അല്ലാത്ത മറ്റു സൂറത്തുകളുടെ അർത്ഥങ്ങളൊക്കെ മനഃപ്പാടമിടണമെന്നില്ല, അറിഞ്ഞോളമെന്നില്ല എന്നൊക്കെയാണ് വെപ്പ് എങ്കിലും ഫർദ് ഐനായിട്ട് ഫാത്തിഹ സൂറത്ത് മാത്രം പഠിച്ചാൽ മതിയെങ്കിലും ഞാൻ ചോദിക്കട്ടെ, എന്താ സുബ്ഹാന റബ്ബിയൽ അഅല നീ പറയല്ല അള്ളാഹിനോട്? അതിന്റെ അർത്ഥം നീ അറിഞ്ഞില്ലെങ്കിൽ നിനക്ക് അതിൽ ആസ്വാദനം ഉണ്ടാവുകയില്ലല്ലോ. സുബ്ഹാന റബ്ബിയൽ അദീം എന്താ അതിന്റെ അർത്ഥം? റബ്ബനാ വലക്കൽ ഹംദ് എന്താ അതിന്റെ അർത്ഥം? അതൊക്കെ നാം അള്ളാഹിന്റെ മുമ്പിൽ വെച്ച് പറയല്ലോ, 1-2 തവണയില്ലല്ലോ. 17 റക്അത്തിൽ കൂടി ഇങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കുക. നീ ഒരു ബുദ്ധിജീവിയല്ലേ, നീ ചോറ് തിന്നുന്ന മനുഷ്യനല്ലേ, നിനക്ക് നീ തിന്നുന്ന ചോറിനെ കുറിച്ച് അത് എങ്ങനെയാണ് നിന്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പാകം ചെയ്യേണ്ടത്, അതിനുള്ള എല്ലാ അന്തരീക്ഷങ്ങളും ചുറ്റുപാടുകളും നീ ഉണ്ടാക്കിയെടുത്തു. അതിനു വേണ്ടി നീ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വേർപ്പൊലിച്ച് അതുണ്ടാക്കി വീട്ടിലേക്ക് തെളിച്ച് വലിച്ചു കൊണ്ടുവന്നു. ഇതൊക്കെ കാട്ടിയ നിനക്ക് ഈ പള്ളിയിലേക്ക് നീ പ്രയാസപ്പെട്ട് തണുപ്പ് കാലത്തിൽ ചൂട് കാലത്തിലൊക്കെ വുദു പിടിച്ച് പള്ളിയിലേക്ക് എത്തിയിട്ട് അള്ളാഹിന്റെ മുമ്പിൽ നിന്ന് പറയുന്ന വാക്കുകളുടെ അർത്ഥം അറിയുന്നില്ലെങ്കിൽ എന്തൊരു ഗതികേട്, എന്തൊരു വീഴ്ച, എന്തൊരു ഗഫലത്ത്. അവിടുന്ന് രക്ഷപ്പെടണം. അതാണ് വല്ലദീനഹും അലാ സലാത്തിഹിം യുഹാഫിളൂൻ. അതുപോലെ തന്നെ അതിനു മുമ്പ് നാം പറഞ്ഞതായ ദായിമൂൻ എന്നതായ ആ പദം, അതിനേക്കാളും വ്യക്തമായ ആയത്ത് വേറെയുണ്ട്. അതെവിടെയാണ്? സൂറത്തുൽ മുഅ്മിനൂനിൽ. എന്താ അതിന്റെ തുടക്കം? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. ഭക്തനായിട്ട് നമസ്കരിക്കുക. ഷെയ്ഖുൽ ഇസ്ലാം അഹ്മദ് ബിൻ അബ്ദുൽ ഹലീം അൽ ഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി, അയാളുടെ പേരെന്താണ്? ഷെയ്ഖുൽ ഇസ്ലാം അഹ്മദ് ബിൻ അബ്ദുൽ ഹലീം അൽ ഹറാനി. അദ്ദേഹം പ്രശസ്തനായ ഒരു പേരുണ്ട്. അതെന്താണ്? ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയുന്നുണ്ട് അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതായ ആ അദബിനെ കുറിച്ച് വർണ്ണനീയമായ, വളരെ രസകരമായ രൂപത്തിൽ വർണ്ണിച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അള്ളാഹിന് മുമ്പിൽ അതബോട് കൂടി നിൽക്കുന്നതായ നൃത്തത്തെക്കുറിച്ച്. ആ നൃത്തം ആ അതബോട് കൂടി ആവേണമെങ്കിൽ എന്ത് വേണം? ഖുശൂ വേണം, ഭക്തി വേണം. ഇല്ലെങ്കിൽ അതബുണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് തീരെ സാധിക്കുക തന്നെ ഇല്ല. ഇതിപ്പോൾ ഇതുവരെ പറഞ്ഞത് വളരെ ഷോർട്ടായിട്ട് അള്ളാഹിനോടുള്ള അദബിന്റെ ഒരു ചെറിയ രൂപമാണ്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ളതായ അദബ് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ളതായ അദബിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയല്ല, അതിന് മുമ്പത്തെ വെള്ളിയാഴ്ച ഡോക്ടർ അബ്ദുല്ലൽ ബഈജാൻ മസ്ജിദുൻ നബവിയിൽ വെച്ചിട്ട് മദീനയുടെ പ്രത്യേകത പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ 2 വ്യക്തികളെ ശബ്ദം പൊക്കുന്ന കണ്ടപ്പോൾ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായ സന്ദർഭമായിരിക്കാം, ആ 2 പേരെയും കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ എവിടുന്നാണ്, മിൻ ഐന അൻതുമാ എന്ന് ചോദിച്ചു. നിങ്ങൾ എവിടുന്നാണെന്ന് ചോദിച്ചു. ബുഖാരിയിലാണ് സംഭവം. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ തായിഫുകാരാണെന്ന്. അപ്പോൾ എന്താ മറുപടി കിട്ടിയത്? ലൗ കുന്തുമാ മിൻ അഹ്ലിൽ മദീനതി ലഔജഅതുകുമാ ദർബ. ഏത്? നിങ്ങൾ മദീനക്കാരാണെങ്കിൽ, നിങ്ങൾ ഈ മദീനവാസികളാണെങ്കിൽ നിങ്ങളെ ഞാൻ അടിച്ച് വേദനിപ്പിച്ചിരുന്നേനെ. റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ശബ്ദം വെക്കാനോ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹയാത്ത് കാലഘട്ടത്തിൽ മാത്രമല്ല മരണപ്പെട്ട ശേഷവും റസൂലുള്ളാഹിന്റെ പള്ളിയിൽ വെച്ചിട്ട് ശബ്ദം പൊക്കുക എന്നത് ഇഹ്ബാത്തുൽ അമൽ നഷ്ടപ്പെട്ടു പോകുന്നതിനുള്ള കാരണമാണ് എന്ന് നമ്മുടെ സലഫ് സാലിഹ്യങ്ങൾ മനസ്സിലാക്കിയതിൽ പെട്ടതാണ്. മഹാനായ ഉമറാണല്ലോ, പറഞ്ഞറിയിക്കേണ്ടതില്ല. ഉമ്മത്ത് മുഹമ്മദിന്റെ മുൽഹമായ വ്യക്തിത്വമാണ് അദ്ദേഹം. അങ്ങനെയുള്ളതായ ആ ഫഖീഹായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവർക്ക് പാഠം പഠിപ്പിച്ചതിലിട്ട് നാം പഠിക്കുന്ന പാഠം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മസ്ജിദുൻ നബവിയിൽ വെച്ചിട്ട് കാട്ടേണ്ടതായ മര്യാദ എന്നതാണ്. ഖുർആനിൽ മൊത്തത്തിൽ പറയുകയാണ്, ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി, അല്ലാഹുവിന്റെയും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ വിട്ട് കിടക്കരുത്, മുൻപിൽ വിട്ട് കിടക്കരുത്. എങ്ങനെ മുമ്പിൽ വിട്ട് കിടക്കുക? എന്തെങ്കിലും പ്രശ്നം മുമ്പിൽ വരുമ്പോൾ അല്ലാഹുവിന്റെ വിധി എന്താണ് ഈ പ്രശ്നത്തിൽ, റസൂലുള്ളാഹിന്റെ വിധി എന്താണ് ഈ പ്രശ്നത്തിൽ എന്ന് നോക്കിയിട്ട് അള്ളാഹിന്റെ വിധിയോ റസൂലുള്ളാഹിന്റെ വിധിയോ പരിഗണിക്കാതെ അല്പചിന്ത കൊണ്ട് ചിന്തിച്ചുണ്ടാക്കുന്നതായ ബുദ്ധിപൂജകന്മാരുടെ ബുദ്ധിയിൽ നിന്നിട്ട് ഉടലെടുക്കുന്നതായ ആ നീച നികൃഷ്ട ചിന്താഗതികളെ മുൻപന്തിയിൽ വെക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനയെ ലംഘിക്കുകയും റസൂലുള്ളാഹിന്റെ കൽപ്പനയെ അവഗണിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ആയത്തിൽ ഉൾക്കൊണ്ടതായ ആ കൽപ്പന അതിന് വിപരീതം പ്രവർത്തിച്ചവരായി മാറുക. ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി. ഇത് സലഫ് സാലിഹ്യങ്ങൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ എന്നിട്ട് പ്രഗൽഭന്മാർ നമുക്ക് വിശദീകരിച്ചതായ ഭാഗമാണ്. ഏത്? അള്ളാഹിന്റെ കൽപ്പന, അള്ളാഹ് റസൂലിന്റെ കൽപ്പന നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ അവകളെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ ദേഹയിച്ചയിൽ നിന്നിട്ട് ഉടലെടുത്തതായ ആ ഭാഗങ്ങൾക്ക് പരിഗണന നൽകുക. അത് ഏത് ഈസങ്ങളാവട്ടെ. ഇന്നത്തെ യുഗത്തിൽ പ്രത്യേകം ഇസം പറയേണ്ടതില്ല. അദ്ദേഹം ഇന്ന ഈസത്തെ പറഞ്ഞു മറ്റേ ഈസത്തെ പറഞ്ഞില്ല എന്ന് ആക്ഷേപിക്കാതിരിക്കാൻ വേണ്ടി അനിസ്ലാമികമായ ഇസ്ലാമിന്റെ ഘടക വിരുദ്ധമായ എല്ലാ ഇസങ്ങളും അതിൽ പെടുന്നു. അവകൾക്കാണ് പരിഗണന നൽകിയതെങ്കിൽ ഖുർആനിൽ വ്യക്തമായ തെളിവുള്ളതോടെ റസൂലുള്ള കൊണ്ടുവന്ന സുന്നത്തിലും വ്യക്തമായ തെളിവുള്ളതോടുകൂടി സ്ഥിരീകരിക്കപ്പെട്ട സുന്നത്തിൽ എന്നിട്ട് അവകൾ അവഗണിക്കുക, അത് അല്ലാഹുവിനേക്കാൾ റസൂലുള്ളാഹിനേക്കാൾ മുൻകടക്കുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി വഇദാ കാനൂ അലാ അംരിൻ ജാമിഇൻ ലം യദ്ഹബൂ ഹത്താ യസ്തഅ്ദിനൂ. നോക്കൂ, റസൂൽ ജീവിച്ച കാലഘട്ടത്തിലുള്ള കൽപ്പന. നിങ്ങൾ റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഒരു സമ്മേളനത്തിലാണ്, ഒരു യോഗത്തിലാണ്. ആ സദസ്സിൽ പങ്കെടുത്തവരൊക്കെ ആ യോഗത്തിന്റെ മെമ്പർഷിപ്പ് നേടിയവരാണ് എന്ന അർത്ഥത്തിലേക്ക്, മെമ്പർഷിപ്പ് പറഞ്ഞാൽ കുറിക്കപ്പെട്ടു എന്ന അർത്ഥത്തിലേക്കല്ല, അവരൊക്കെ റസൂല ക്ഷണിച്ചു കാണും. അപ്പോൾ അങ്ങനെ റസൂലുള്ളാഹിയുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതായ സദസ്സാണെങ്കിൽ ആ സദസ്സിൽ നിന്നിട്ട് അള്ളാഹിന്റെ കൽപ്പന ഖുർആനിൽ ഇറങ്ങുകയാണ്. ആരും തന്നെ സദസ്സിൽ നിന്നിട്ട് പുറത്തിറങ്ങി പോകരുത് റസൂലിനോട് അനുവാദം ചോദിക്കാതെ. ഇത് ഖിയാമത്ത് നാൾ വരെ നമുക്ക് നടപ്പാക്കാം. നാം അങ്ങനെയുള്ള ഒരു കമ്മിറ്റിയാണ്, ഒരു സദസ്സാണ്, ഒരു ഒതുങ്ങിയ സദസ്സാണ്. ആ ഒതുങ്ങിയ സദസ്സിലാകുമ്പോൾ ഇങ്ങനെയുള്ള എലിമിന്റെ വലിയ മജ്ലിസ് ആയിക്കൊള്ളണമെന്നില്ല, ചെറിയ സദസ്സാണ്. ആ സദസ്സാകുമ്പോൾ ഒരാൾ അവിടെ നിന്ന് എണീറ്റ് പോകുന്ന വേളയിൽ അദ്ദേഹം ആ സദസ്സിൽ ചർച്ചയിൽ പങ്കെടുക്കേണ്ട വ്യക്തിയാണെങ്കിൽ പ്രത്യേകിച്ച് അനുവാദമില്ലാതെ, നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ സദസ്സിൽ ആരാണ് അതിനെ കൈയാളുന്ന ആൾ അദ്ദേഹത്തിന് അനുവാദമില്ലാതെ പോകാൻ പാടില്ല. അത് അദബാണ്, അത് മര്യാദയാണ്. അതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതായ ശൈലികളാണ്. അള്ളാഹു ഖുർആനിൽ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതായ അദബുകൾപ്പെട്ടതായിരുന്നു അത്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നാം മനസ്സിലാക്കുക, റസൂലുള്ള നമ്മുടെ മുമ്പിലാണ് ഇപ്പോൾ. അതേസമയത്ത് റസൂലുള്ള ഉണ്ടായിരിക്കവേ മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നിട്ട് ചില തത്വങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്നു. അവിടുന്ന് കുറെ കരിഞ്ചന്തകളൊക്കെ കടന്നു വന്നപ്പോൾ അതിന് നാം പരിഗണന നൽകിയിട്ട് റസൂലുള്ള നമ്മളോട് പറയുന്ന വാക്ക് അവഗണിച്ചു. എന്തായിരിക്കും സംഭവിക്കുക? അങ്ങനെ അവഗണിക്കുക എന്നത് നമുക്ക് കോലപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? സത്യവിശ്വാസികൾക്കോ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് റസൂലുള്ള കൊണ്ടുവന്ന ഖുർആനിനും റസൂലുള്ള പറയുന്ന സുന്നത്തിനും ഘടകവിരുദ്ധമായിട്ട് റസൂലുള്ള കൊണ്ടുവന്നതായ തത്വങ്ങൾക്ക് എതിരിൽ സംസാരിക്കാനോ ആ തത്വം സ്വീകരിക്കാനോ ആ ആദർശം അംഗീകരിക്കാനോ ഒരിക്കലും പാടില്ല എന്നല്ല നമുക്ക് മറുപടി കിട്ടുക, അല്ലേ? ഒരു ഉദാഹരണം മുമ്പ് പറയാണ്. അത് തന്നെ ഖിയാമത്ത് നാൾ വരെ ചിന്തിച്ചാൽ മതി. ഖിയാമത്ത് നാൾ വരെ റസൂലുള്ള നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിലും റസൂലുള്ള ഇവിടുന്ന് മരിച്ചു പോയിട്ടുണ്ടെങ്കിലും അവർക്ക് അല്ലാഹ് നൽകിയ മുഅ്ജിസത്ത് നമ്മുടെ മുമ്പിലുണ്ട്. ലോകാത്ഭുതഗന്ധമായ ഖുർആനുണ്ട്. അതിനെ അള്ളാഹ് സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്തതാണ്. അതിൻ്റെ വിശദാംശമാകുന്ന സുന്നത്തുണ്ട്, അതിനെയും അള്ളാഹ് സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്തതാണ്. അതുകൊണ്ടാണ് സ്ഥിരീകരിക്കപ്പെട്ട ഹദീസ് എന്ന് ഞാൻ പ്രത്യേകം അടിവരയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇറക്കിയതായ ഈ ആദർശം റസൂലുള്ളാഹിന്റെ നാവിലൂടെ നാം കേട്ടതായ ഈ തത്വത്തിന് ഘടകവിരുദ്ധമായ ഒന്നിനും നാം പരിഗണന നൽകുക എന്നത് അതോടുകൂടി മര്യാദയോടുകൂടി റസൂലുള്ളാഹിയെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു വ്യക്തിയും ചെയ്യാൻ പാടുള്ളതല്ല എന്നർത്ഥം. ഇപ്പൊ ഇതുവരെ പറഞ്ഞത് അള്ളാഹുവിനോടുള്ള അദബ്, പിന്നെ ഞാൻ ഷോർട്ടാക്കാണ്. അള്ളാഹുവിനോടുള്ള അദബ് നാം കേട്ടു,
പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ളതായ ആദാബ് നാം ചെറിയ രൂപത്തിൽ മനസ്സിലാക്കി. ഞാൻ കൂടുതൽ നീട്ടാത്ത നമ്മുടെ വിഷയം നീണ്ടു പോവാതിരിക്കാൻ ഒന്നാമത്. രണ്ടാമത്, നാം പലപ്പോഴും ഈ സദസ്സിൽ വെച്ചിട്ട് തന്നെ കേട്ട് പഠിച്ച പല കാര്യങ്ങളും അതിലുള്ളത് കൊണ്ട് തന്നെ നോക്കുക. ഷിട്ടികളോടുള്ളതായ അദബിനെ കുറിച്ച് ബുഖാരിയിൽ കാണുന്നു 5620 നമ്പർ ബുഖാരിയിൽ, മുസ്ലിമിൽ 2030 നമ്പർ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദ്റത്തിലേക്ക് പാനീയം കൊണ്ടുവരപ്പെട്ടു. റസൂലുള്ളാഹി അവരുടെ കൂടെയുള്ളതായ ആ പാത്രത്തിൽ പാനീയം കഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാനീയം കഴിച്ചപ്പോൾ അവരുടെ പതിവനുസരിച്ചിട്ട് എല്ലാ നല്ല കാര്യങ്ങളിൽ അവർ വലതിനെ മുന്തിക്കലാണ്. എല്ലാ നല്ല കാര്യത്തിൽ റസൂൽ എന്ത് ചെയ്യും? വലതിനെ മുന്തിക്കും. നാമും നമ്മുടെ ജീവിതത്തിൽ എല്ലാ നല്ല കാര്യങ്ങളിലും എന്ത് വേണം? വലതിനെ മുന്തിക്കണം. മനസ്സിലായില്ലേ? കക്കൂസിൽ കടക്കുമ്പോൾ ഇടത് കാലം കൊണ്ട് കടക്കുന്നു, പുറത്തിറങ്ങുമ്പോൾ വലത് കാലം മുന്തിക്കുന്നു, അല്ലെ? പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത് കാലം കൊണ്ട് ആദ്യം കടക്കുന്നു, അല്ലെ? പുറത്തു വരുമ്പോൾ നേരെ മറിച്ചു. അപ്പോൾ അവിടെയെല്ലാം വലതിനെയാണ് മുന്തിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാനീയം കഴിച്ചു. ബുഖാരിയിലാണ്, ഞാൻ കേൾപ്പിച്ചു നിങ്ങളെ, അഥവാ മുത്തഫഖുൻ അലൈഹിയാണ് ഹദീസ്. റസൂൽ കുടിച്ചു കഴിഞ്ഞപ്പോൾ വലത് ഭാഗത്തിരിക്കുന്നവർ ആരല്ല? മശായിഖുകളല്ല. മശായിഖുകളൊക്കെ ഇരിക്കുന്നത് ഇടത് ഭാഗത്താണ്. അബൂബക്കറും ഉമറും ഉസ്മാനും വലിയ നേതാക്കളൊക്കെ ഇടത് ഭാഗത്താണ് ഉള്ളത്. ആ സദസ്സിൽ വലത് ഭാഗത്തിരിക്കുന്നത് കുട്ടിയായിരുന്നു, ഒരു ഗുലാമായിരുന്നു. റസൂലുള്ളാഹി നമുക്ക് അദബ് പഠിപ്പിക്കുന്ന ശൈലിയാണ്. ആ കുട്ടിയോട് അനുവാദം ചോദിക്കുകയാണ്. കുട്ടി, ഞാൻ ഇവർക്ക് ആദ്യം കൊടുക്കട്ടെ, ഇവർ വയസ്സിൽ നിങ്ങളെക്കാളും മൂത്തവരല്ലേ, അവർ കുടിക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ബാക്കി കുടിക്കാം എന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് അതിലുള്ളതായ അവകാശത്തെ നിങ്ങൾ തടയരുത്, അതിൽ നിന്നിട്ട് ഞാൻ പിന്മാറുന്നതല്ല, അഥവാ എനിക്ക് കിട്ടിയാലേ തീരൂ എന്നർത്ഥം, എനിക്ക് തന്നെ ആദ്യം കുടിക്കണം എന്നർത്ഥം. ചില റിപ്പോർട്ടുകളിൽ ഈ വ്യക്തി ഇബ്നു അബ്ബാസ് ആണെന്ന് കാണാം. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ മാനിച്ചു. 10 11 അല്ലെങ്കിൽ 12 വയസ്സായിരിക്കും ഇബ്നു അബ്ബാസിന് ആ സമയത്ത്. അത്രയും ചെറിയ കുട്ടിക്ക് അവിടെ അബൂബക്കർ ഉള്ളതോടുകൂടി, നേതാക്കൾ ഉള്ളതോടുകൂടി റസൂലുള്ളാഹി അദബ് നമുക്ക് പഠിപ്പിക്കുകയാണ്. ആ കുട്ടിയെ മുന്തിക്കുകയും ആ വലതു ഭാഗം ഉത്തരം മുന്തിക്കണമെന്നതായ റസൂലുള്ളാഹി പഠിപ്പിച്ച ആ തത്വം അവിടെ നടപ്പാക്കുകയും ചെയ്തു എന്നതാണ് ഹദീസിൽ കാണുന്നത്. ആ കുട്ടി പറഞ്ഞ ശൈലി കാണുന്നു ഹദീസിൽ. വല്ലാഹി, അല്ലാഹനെ തന്നെയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ലാ ഊസിറു ബിനസീബി മിൻക അഹദാ, നിങ്ങൾ നിന്നിട്ട് എനിക്ക് ലഭിക്കേണ്ടതായ അവകാശത്തിൽ നിന്നിട്ട് ഞാൻ ആർക്കും അത് വിട്ടുകൊടുക്കുന്നതേ അല്ല, അത് എനിക്ക് കിട്ടന്നെ വേണം, അത് ഞാൻ കുടിക്കട്ടെ, ശേഷം ബാക്കിയുള്ളവർ കുടിച്ചോട്ടെ. സഹൽ ബിൻ സഅദ് റിപ്പോർട്ട് അങ്ങനെ പറയുകയാണ്, റളിയല്ലാഹു തആല അൻഹും ജമീഅൻ. അങ്ങനെ തല്ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി യദിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒഴിച്ചു കൊടുത്തു, അദ്ദേഹത്തിന് ഒഴിച്ചു കൊടുത്തു എന്ന് നീട്ടി വിളിച്ച് പറയുന്നതിന് പകരം വെറും അടിമകളെ കുറിച്ച് മാത്രം കേട്ടാൽ നമുക്ക് മൊത്തത്തിൽ റസൂലുള്ളാഹിന്റെ ആദാബുകൾ മനസ്സിലാക്കാം. മറ്റുള്ളവരോട്, ഖൽഖിനോട് കാട്ടാറുള്ള, ഉമ്മത്തുകളോട് കാട്ടാറുള്ള, സഹാബാക്കളോട് കാട്ടാറുള്ള അടിമകളെ കുറിച്ച് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. സാധാരണ നേതാക്കളല്ല, സഹാബാക്കളിൽ നിന്നിട്ടോ സ്വതന്ത്രന്മാരല്ല, അടിമകൾ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചാൽ എന്നിട്ട് എൻ്റെ പ്രശ്നം പരിഹരിക്കണം, എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞാൽ പോകുന്നതാണ്. അടിമകൾ മദീനയിലുള്ള ഏത് മുക്കിലും മൂലയിലും നിന്നിട്ട് അടിമകൾ വന്നിട്ട് റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹിനോട് വരണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവഗണിക്കാറില്ല. അവരുടെ കൂടെ അവരുടെ ആവശ്യം നിറവേറ്റുന്നത് വരെ നടന്നു പോവുകയും അവരുടെ ആവശ്യം നിറവേറ്റി മടങ്ങി വരികയും ചെയ്യുമെന്നതാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിക്കപ്പെട്ടാൽ ക്ഷണം സ്വീകരിക്കും, അടിമകളായിരുന്നാലും ശരി എന്ന അർത്ഥത്തെ കുറിക്കുന്നതും ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതായ ഹദീസും ബുഖാരിയിൽ 6072 നമ്പർ ഹദീസിൽ കാണാം. സഹീഹ് ബുഖാരിയിൽ 6072 നമ്പർ ഹദീസിൽ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അത്രയും കടുകട്ടിയുള്ള ഹദീസിലൂടെ റസൂലുള്ളാഹി അടിമകളോടുള്ള പെരുമാറ്റം ആ രീതിയിലാണെങ്കിൽ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം പറഞ്ഞറിയിക്കേണ്ടതില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയപ്പെട്ടു, നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് അല്ലെങ്കിൽ ഗവർണർമാരിൽ നിന്നിട്ട് ആരെങ്കിലും നിങ്ങളുടെ കൽപ്പന ധിക്കരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നിങ്ങൾ ശിക്ഷിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, അതെ, ഞാൻ ശിക്ഷിക്കും. എന്തേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സ്വനഫ്സിനെ തന്നെ
വല്ലവർക്കും വല്ല അവകാശവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ആ അവകാശത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിൽ നിന്നിട്ട് നിങ്ങൾ പകരം ചോദിച്ചോളി. ഞാൻ വല്ലവരെയും അടിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വല്ലവരെയും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ എൻ്റെ മുതു പിടിച്ചോ അടിച്ചോ എന്നൊക്കെ റസൂലുള്ളാഹി മരിക്കുന്നതിന് 5 ദിവസം മുമ്പ് പ്രസംഗിച്ച പ്രസംഗത്തിൽ പറഞ്ഞതായ ഭാഗങ്ങൾ ഞാൻ ഇവിടെ റസൂലുള്ളാഹിന്റെ മരണം പറഞ്ഞ സന്ദർഭത്തിൽ വിശദീകരിച്ച് പറഞ്ഞിരുന്നു. ഇത് മഹാനായ അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസാണ് 4537. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കന മൻ ആദാഹു മിൻ അൻ യൻസില ബിൻ നബിയ്യി മിഥലല്ലദീ അൻസല ബിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലരെയും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പകരം ചോദിക്കാൻ വേണ്ടി റസൂൽ ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം റസൂലുള്ളാഹി ആക്രമിക്കാറുണ്ട് എന്നല്ല, അതിൻ്റെ അർത്ഥം റസൂലുള്ളാഹി വല്ലവരും അടിച്ചു എന്നല്ല. ആയിഷ പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും അവരുടെ ജീവിതത്തിൽ ഭാര്യമാരെയോ പെണ്ണുങ്ങളെയോ അടിമകളെയോ മനുഷ്യന്മാരെയോ അടിച്ചിട്ടേ ഇല്ല, യുദ്ധത്തിലല്ലാതെ. എവിടെ അല്ലാതെ? യുദ്ധത്തിലല്ലാതെ. യുദ്ധത്തിൽ ആരെ അടിക്കുക? റസൂലുള്ളാഹിയോട് പോരാടാൻ വേണ്ടി വരുന്നവരെയാണ് അടിക്കുക. മനസ്സിലായില്ലേ? യുദ്ധത്തിലല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിക്കുക എന്നത് റസൂലുള്ളാഹിക്ക് അറിയുക തന്നെ ഇല്ല. അതെ, അപ്പോൾ നാം മനസ്സിലാക്കി ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ വിശദീകരണത്തിൽ നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു ജനങ്ങളോട് പെരുമാറിയ രീതി, അദബ്, മര്യാദ എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലവരുടെയും വീട്ടിലേക്ക് ചെന്നാൽ, റസൂൽ വല്ല വീട്ടിലേക്കും ചെന്നാൽ ശ്രദ്ധിക്കുക, ഇദാ അതാ ബാബ ഖൗമിൻ ലം യസ്തഖ്ബിലിൽ ബാബ. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഹദീസ് ഹസനാണ്. എന്താണ് കേട്ടത്? റസൂൽ ഒരു വീട്ടിലേക്ക് ചെന്നാൽ വാതിലിന് അടിക്കുന്ന ശൈലി എന്താണ്? വീട്ടിന്റെ മുമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വീട്ടിന്റെ ആ വാതിലിന്റെ മുമ്പിൽ നിൽക്കൂല, ഒന്നിരിക്കലോ ഇടത് ഭാഗത്തോ വലത് ഭാഗത്തോ നിൽക്കും. എന്നിട്ട് അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ബൈത്ത്, അസ്സലാമു അലൈക്കും എന്ന് സലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നേർക്ക് നേരെ നിൽക്കൂല. റിപ്പോർട്ടകൻ പറയുന്നു റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ അന്നത്തെ വീടുകൾക്ക് സിതാർ ഉണ്ടായിരുന്നില്ല. ഇനി സിതാർ ഉണ്ടെങ്കിലും നാം മുമ്പിൽ നിൽക്കാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? അവർ വാതിൽ തുറക്കുമ്പോൾ നാം കാണാൻ പാടില്ലാത്തത് നമ്മുടെ കണ്ണിൽ പതിയും, അപ്പോൾ നാം കുറ്റക്കാരായി മാറും. അതുകൊണ്ട് വാതിൽ തുറന്ന സമയത്ത് ഒരു സഹാബിയോട് റസൂൽ പറഞ്ഞു ഹാക്കദ ഔ ഹാക്കദ, ഒന്നിരിക്കൽ ഈ ഭാഗത്ത് നിൽക്കുക അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിൽക്കുക, എന്തിനാ മുമ്പിൽ നിൽക്കുന്നത് എന്ന് ആക്ഷേപിക്കുകയും ചെയ്തു. അപ്പോൾ അത് അദബിന്റെ മര്യാദയുടെ ഒരു ഭാഗമാണ്. അദബ് കേടാണ് എന്ന് നാം വാതിലിന്റെ മുമ്പിൽ നിന്നിട്ട് വിളിക്കുക എന്നതും 3 പ്രാവശ്യം അവരോട് ചോദിച്ചിട്ട് സലാം പറഞ്ഞിട്ട് വാതിൽ തുറന്ന് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? മടങ്ങിപ്പോവുക. നാമൊക്കെ ചിലപ്പോൾ വക്കാണമുണ്ടാക്കും, കുഴപ്പമുണ്ടാക്കും, പിന്നെ അവനുമായിട്ട് ബന്ധമില്ല, ചൊടിക്കും, അവനുമായി പിണങ്ങും. എന്തേ? അവൻ വീട്ടിൽ പോയപ്പോൾ വാതിൽ തുറന്നില്ല, വീട്ടിൽ കടക്കാൻ അനുവദിച്ചില്ല. എല്ലാ സമയവും ഒരുപോലെയല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒഴിവ് കിഴിവോ അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ശൈലിയോ ആവശ്യമേ ഇല്ല. എന്തേ? നമ്മുടെ കൂടെ മാധ്യമങ്ങളുണ്ട്, മൊബൈലുണ്ട്, വിളിച്ച് പറഞ്ഞാൽ മതി, അനുവാദം ചോദിച്ചാൽ മതി, പോകുന്നതിന് മുമ്പ് തന്നെ വരാൻ പറ്റുമോ, വരണോ. എല്ലാവരുടെയും വീട്ടിൽ അവരവരുടേതാകുന്ന ഒരു സ്പെഷ്യൽ രഹസ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ രഹസ്യങ്ങൾ ചോരാൻ പറ്റാത്ത സന്ദർഭമായിരിക്കും നിങ്ങൾ ചോദിക്കുന്ന സന്ദർഭം. അവരവിടെ ആൾക്കാർ മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുന്നുണ്ട്, അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ട്, അവർക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊന്നും നമുക്കറിയില്ലല്ലോ. വീടുകളിൽ രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ ചോരുക എന്നത് വീട്ടുകാർ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അതുകൊണ്ട് വീട്ടുകാരുടെ അനുവാദം മുൻകൂട്ടി കിട്ടാനുള്ള മാധ്യമങ്ങൾ ഇന്നുണ്ട്. ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടല്ലാതെ വീട്ടിലേക്ക് പോകാൻ പാടില്ല. അത് അദബിന്റെ മര്യാദയുടെ ഒരു ഹൃദയ ഭാഗമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്ന ശൈലിയിലുള്ളത്. ഈ വിധി മാത്രം ഇല്ലാത്ത കാലഘട്ടം റസൂലുള്ളാഹിയുടെ കാലഘട്ടം. ഞാനിവിടെ വന്ന കാലഘട്ടം വരേക്കും വിധിയുണ്ട്, വാതിലുമുണ്ട്, പക്ഷേ വാതിൽ അടക്കൂല. നിങ്ങൾക്ക് അത്ഭുതം തോന്നായിരിക്കും. ഈ മദീനയിൽ മസ്ജിദുൻ നബവിയുടെ പരിസരത്തിൽ ആയിരുന്നു ഞാൻ ആദ്യത്തെ 10 കൊല്ലം താമസിച്ചത് ഏകദേശം. ആ കാലഘട്ടത്തിൽ ഞാൻ താമസിച്ച വീട് സുഖാഖുൽ ഹബ്സ് എന്ന ദാറുൽ ഹദീസ് എന്ന ഈ ദാറുൽ ഹദീസിന്റെ ചെറിയ പഴയ കെട്ടിടമുണ്ടായിരുന്ന ഭാഗത്ത് ഞാൻ താമസിച്ച കാലഘട്ടത്തിൽ മസ്ജിദുൻ നബവിയുടെ മുമ്പിലുള്ളതായ ഷാരിഉസ് സാഹ, ആ ഷാരിഉസ് സാഹയുടെയും അത് കഴിഞ്ഞാൽ വരുന്ന ഷാരിഉസ് സഹൈമിയിലാണ് ദാറുൽ ഹദീസ് എന്ന ഇന്നിപ്പോൾ നാം പ്രസംഗിക്കുന്ന ഈ ദാറുൽ ഹദീസ് അവിടെയുള്ളത്. അതിൻ്റെയും രണ്ടിൻ്റെ ഇടയിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ആ താമസിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മയിലുണ്ട്, ഞങ്ങളുടെ വീട് പൂട്ടലേ ഇല്ല. 3 നിലയുടെ വീടാണ്, പൂട്ടലേ ഇല്ല. ആർക്കും കടക്കാം, ആരും കടക്കും.
നടക്കുകയും ചെയ്യും. പിഴച്ചിട്ട് ഹാജിമാരൊക്കെ കടന്നു വരും വീട്ടിലേക്ക്, എന്നിട്ട് പുറത്തിറങ്ങി പോവുകയും ചെയ്യും. എന്തേ? ആർക്കും ആരെയും പേടിയില്ലാത്ത കാലഘട്ടം, സ്വർണത്തിന് പേടിയില്ലാത്ത കാലഘട്ടം. പിന്നെ അല്ലേ വീടിന്റെ കാര്യം? ഞാൻ നേരിട്ട് മസ്ജിദ് നബവിയുടെ മുമ്പിൽ കണ്ടതാണ്. സ്വർണത്തിന്റെ കടകൾ തുറന്നിട്ട് പോക്കാണ്. എന്നിട്ടോ വെറും ഒരു വിരി മാത്രം അതിനെ മേൽ പുതക്കും, അത്രയേ ഉള്ളൂ. ഞാൻ പറയാറുണ്ട്, പണ്ടത്തെ ശൈലിയിൽ ഉപയോഗിച്ച ചെരുപ്പ് വിൽക്കുന്ന സ്ഥലമാണ് കാലിക്കറ്റിൽ അല്ലെങ്കിൽ കാസർഗോട്ടിൽ സംഭവിച്ചത് എങ്കിൽ മടങ്ങി വരുമ്പോൾ ചെരുപ്പുണ്ടാവില്ല. ഉപയോഗിച്ച ചെരുപ്പാണ് അവിടെ വിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളതായ ആ സ്വർണത്തിന്റെ കടകൾ വരെ കൂട്ടാതെ പോകുന്ന കാലഘട്ടം ഇപ്പോൾ അടുത്താണ്. അടുത്ത് എന്ന് പറഞ്ഞാൽ ഒരു 50 കൊല്ലം 40 കൊല്ലം മുമ്പൊക്കെയായിരുന്നു മക്കത്തും മദീനത്തൊക്കെ ഞാൻ നേർക്ക് നേരെ കണ്ടത്. അതിൽ നിന്നൊക്കെ നാം പഠിക്കേണ്ടത് എന്താണ്? നാം ഇസ്ലാമിന്റെ ആദാബുകൾ, മര്യാദകൾ നടപ്പാക്കുന്നത് പോലെ നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തബീഈ ജനങ്ങൾ സംരക്ഷിച്ചുകൊള്ളും. ചുറ്റുപാട് അന്തരീക്ഷം സുരക്ഷിതത്വമുള്ള അന്തരീക്ഷമായി മാറും. ആർക്കും പേടിക്കേണ്ടതില്ല. അങ്ങനെയുള്ള കാലഘട്ടം വന്നു കഴിഞ്ഞാൽ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പഠിപ്പിച്ചത് അവരുടെ സഹബാക്കളിലൂടെ. തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നു, ഒരാൾക്ക് മുസാഫഹത്ത് നടത്തി സലാം പറഞ്ഞു കഴിഞ്ഞാൽ റസൂലുള്ളാഹ് ആ കയ്യിനെ ഊരുന്നതല്ല. മുസാഫഹത്ത് നടത്താന്നുള്ള സുന്നത്താണ്, റസൂലുള്ളാഹി പഠിപ്പിച്ച ശൈലിയാണ്. മാമി മുസ്ലിമൈനി യൽതഖിയാനി യതസാഫഹാനി ഇല്ലാ ഗുഫിറ ലഹുമാ ഖബല അൻ യതഫറഖ. രണ്ട് മുസ്ലിം തമ്മിൽ കാണുന്ന സന്ദർഭത്തിൽ അവരുമായിട്ട് മുസാഫഹത്ത് നടത്തുകയാണെങ്കിൽ ചെറുദോഷങ്ങളൊക്കെ അതിലൂടെ വീട് പോകുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞതാണ്. അത് റസൂലുള്ളാഹി ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസാഫഹത്ത് ചെയ്യാൻ കൈ കൊടുത്ത വ്യക്തി ഒഴിവാക്കലല്ലാതെ റസൂൽ ഒഴിവാക്കൂല. മനസ്സിലായില്ലേ? റസൂൽ വലിക്കൂല കയ്യിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്രകാരം തന്നെ സംഭാഷണം നടത്തുന്ന വ്യക്തി റസൂലുള്ളാഹിനോട് പോകട്ടെ എന്ന അനുവാദം ചോദിച്ച് മൂപ്പര് പോവലല്ലാതെ റസൂലുള്ളാഹി ഞാൻ പോകട്ടെ എന്നിട്ട് അങ്ങോട്ട് പോവില്ല. റസൂലുള്ളാഹി മുഖം തിരിക്കൂല. റസൂലുള്ളാഹിന്റെ മുഖം ആ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്ന വ്യക്തിയുടെ മുമ്പിൽ തന്നെയായിരിക്കും ഏതുവരെ? അദ്ദേഹം പിരിഞ്ഞു പോകുന്നത് വരെ. അത് ആ മഹാ ഉന്നതയിലുള്ളതായ അനുഭവത്തിന്റെ ആദാബിന്റെ ഒരു ശൈലിയാണ്. അത് നാം നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി അങ്ങനെ ചെയ്ത് നമുക്ക് പഠിപ്പിച്ചിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലം യുറ മുഖദ്ദിമൻ റകുബതൈഹി ബൈന യദൈ ജലീസിൻ ലഹു. റസൂലുള്ളാഹിയുടെ കൂടെ ഇരിക്കുന്നവരുടെ ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹിന്റെ റുകുബത്ത് മുമ്പിൽ കടക്കൂല, എല്ലാവരോടും സമമായിട്ടാണ് ഇരിക്കുക. റസൂലുള്ളാഹി സദസ്സിലിരിക്കുമ്പോൾ എല്ലാവരുടെ കൂടെ ഒന്നിച്ചിരിക്കുക. വ്യത്യസ്തമായ ഒരു പ്രത്യേക ഇരുത്തമോ പ്രത്യേക സീറ്റോ റസൂലുള്ളാഹിക്ക് ഉണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ താഴ്മയുടെ ശൈലിയാണ്. അതുകൊണ്ടാണ് ഹിജ്റ വന്ന സന്ദർഭത്തിൽ അന്നത്തെ രാത്രിയിൽ ബനു അംർ ഇബ്നു ഔഫിന്റെ നാട്ടിൽ അന്നത്തെ ദിവസത്തിൽ അവിടെ ഇറങ്ങിയതായ സന്ദർഭത്തിൽ മദീനക്കാർ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഉച്ചക്കാണ്, നട്ടുച്ചക്കാണ്. അപ്പോൾ റസൂൽ ഇരിക്കുന്നുണ്ട്, അബൂബക്കർ ഇരിക്കുന്നുണ്ട്. മദീനക്കാർക്ക് ആരാ റസൂൽ, ആരാ അബൂബക്കർ എന്നറിയില്ല. എന്നിട്ട് റിപ്പോർട്ടകർ പറയുകയാണ്, വെയിൽ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തലയുടെ മീതെ തണലിട്ട് കൊടുക്കുന്നതായിട്ട് മറ്റാളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇയാളാണ് റസൂല്. അങ്ങനെ ചേഞ്ച് അറിയാൻ വരെ സാധിക്കാത്ത രൂപത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂട്ടുകാരായ സഹാബാക്കളോട് പെരുമാറിയത് എന്ന ആ തവാദുഇന്റെ ശൈലി നമുക്ക് റസൂലുള്ളാഹി പഠിപ്പിക്കുമ്പോൾ നാമും അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ് എന്നർത്ഥം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിലേക്ക് ഭക്ഷണം കൊണ്ടുവരപ്പെട്ടാൽ അത് വീട്ടുകാർ കൊണ്ടുവന്നാലും ആര് കൊണ്ടുവന്നാലും മരണം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തെ ആക്ഷേപിച്ചിട്ടില്ല. നമ്മുടെ ഭക്ഷണം, നമ്മുടെ സ്ഥിതി പറയുകയാണെങ്കിൽ തലാഖ് പലപ്പോഴും ഉപ്പ് കൂടിപ്പോയാൽ, ഉപ്പ് കുറഞ്ഞാൽ അതിൽ തലാഖ്, അതിലൂടെ തലാഖ് പാസ്സാവലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തെ ആക്ഷേപിക്കലേ ഇല്ല. ആക്ഷേപിച്ചിട്ട് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടേ ഇല്ല. റസൂലുള്ളാഹിന്റെ സ്വഭാവം എന്താണ്? ഇനിഷ്തഹാഹു അകലഹു. കൊണ്ടുവന്ന ഭക്ഷണം അവർക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ കഴിക്കും, ഇഷ്ടമില്ലെങ്കിൽ റസൂല് കഴിക്കാതിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ഒരവസരത്തിൽ ഉടുമ്പ് കൊണ്ടുവരപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിധി പറയാൻ വേണ്ടിയായിരിക്കാം അവിടെ നിന്ന് പറഞ്ഞു, ലാ ആകുലുഹു വലാ ഉഹരിമു, ഞാനത് തിന്നുന്നില്ല, എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാട്ടിലില്ലാന്ന് വേറെ ഹദീസിലുണ്ട്. റസൂലുള്ളാഹിന്റെ നാട് മക്കയാണ്. മക്കയിൽ പരിചയമുള്ള ജീവിയല്ല എന്ത് ഉടുമ്പ് എന്ന് പറഞ്ഞാൽ. ഇത് മദീന പർവ്വതങ്ങൾ ഉള്ളതായ ഈ നാടുകളിലാണ് പരിചയം, മരുഭൂമിയൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് പരിചയം. അതുകൊണ്ട് റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷെ സദസ്സിൽ മറ്റു സഹാബാക്കൾ ഖാലിദ് ബിൻ വലീദിനെ പോലത്തവരൊക്കെ കടിച്ചു വലിച്ച് തിന്നു എന്നൊക്കെ കാണാം. പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിധി പറഞ്ഞു, അത് ഹറാമല്ല, അതേസമയത്ത് ഞാൻ തിന്നുന്നില്ല എന്നവിടെ വിധി പറഞ്ഞു.
അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തെ ആക്ഷേപിക്കാറുണ്ടായിരുന്നില്ല. ഇഷ്ടപ്പെട്ടാൽ തിന്നും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒഴിവാക്കും. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് 5409, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് 2064. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അഹ്ലി കിതാബികൾ എന്നിട്ട് 3 വിഭാഗങ്ങൾ, യുഅ്തൗന അജ്റഹും മർറതൈൻ, അവർക്ക് അവരുടെ പ്രതിഫലം ഡബിൾ ലഭിക്കും, 2 തവണ ലഭിക്കും പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ. ആരൊക്കെയാണ്? റജുലുൻ മിൻ അഹ്ലിൽ കിതാബി, അഹ്ലി കിതാബികളിലുള്ള ഒരു പുരുഷൻ, ആമന ബിനബിയിഹി, അവരുടെ ദൂതരെ കൊണ്ട് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ട്. വഅദ്റക നബിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവൻ എന്ത് ചെയ്തു? ആ വ്യക്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കൊണ്ട് ഫആമന ബിഹി, വിശ്വസിക്കുകയും ചെയ്തു. അത് ഇന്നുവരേക്കും നടപ്പാക്കാം. പക്ഷെ എന്ത് വേണം? ശിർക്ക് ചെയ്യാത്തതായ നബിയെ കൊണ്ട് വിശ്വസിച്ച, ഈസ നബിയെ കൊണ്ട് വിശ്വസിച്ച യഥാർത്ഥ ക്രിസ്ത്യാനി, അതുപോലെ തന്നെ ശിർക്ക് ചെയ്യാത്ത മൂസ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിച്ചതായ യഥാർത്ഥ ജൂതൻ, അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ഡബിൾ പ്രതിഫലം ലഭിക്കുമെന്ന ആ ഇനത്തിൽപ്പെടും. അല്ലാത്ത വിഭാഗം മുസ്ലിം ആയി കഴിഞ്ഞാൽ അവർക്ക് പ്രതിഫലം ലഭിക്കും. പക്ഷെ ഇപ്പറഞ്ഞ പ്രതിഫലം ലഭിച്ചോളമെന്നില്ല. ഹദീസിന്റെ നസ്സിൽ അവർ കടക്കുന്നതുമല്ല. ഒരു മനുഷ്യൻ മുസ്ലിമായി കഴിഞ്ഞാൽ അല്ലാഹു ഖുർആനിൽ തീർത്ത് പറഞ്ഞതാണ് സൂറത്തുൽ ഫുർഖാനിൽ, എന്ത്? ഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവർ ചെയ്തതായ സർവ്വ പാപങ്ങളെ, ജാഹിലിയ കാലഘട്ടത്തിൽ ചെയ്ത സർവ്വ തെറ്റുകളെ നന്മകളായിട്ട് അവർക്ക് പരിഗണിക്കപ്പെടും. തെറ്റുകളെ നന്മകളായിട്ട് പരിഗണിക്കപ്പെടുമെന്ന് ഖുർആൻ തീർത്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് ആര് മുസ്ലിം ആവുകയാണെങ്കിൽ, ആര് ഈ മതത്തിനെ മെമ്പർഷിപ്പ് നേടുകയാണെങ്കിൽ അവനുള്ള പ്രത്യേകത ഒരിക്കലും നാം അവഗണിച്ചതല്ല, തള്ളിപ്പറഞ്ഞതല്ല. പക്ഷെ ഇവിടെ പറഞ്ഞ പ്രത്യേകത ഏത്? മുമ്പുള്ള നബിയെ കൊണ്ട് വിശ്വസിച്ചു, എന്നിട്ട് റസൂലുള്ളാഹിയെ കൊണ്ട് വിശ്വസിച്ചു എന്ന പ്രത്യേകത ഉള്ള ആള് എന്നതാണ്. പിന്നെ ഇത് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരാണ്, പലപ്പോഴും നമുക്ക് കേൾക്കാറുള്ളതായ ആയത്താണ് ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസാബീന എന്ന സൂറത്തുൽ ബഖറയിൽ 62 നമ്പർ ആയത്താണ്. സൂറത്തുൽ ബഖറയിൽ ആ ആയത്ത് ഓതിയിട്ട് പലപ്പോഴും ഇവിടെ ഒരു നിരീശ്വരവാദി ഉണ്ടായിരുന്നു മദീനത്ത് 30 കൊല്ലം മുമ്പ്. അദ്ദേഹം ഈ ആയത്ത് എന്നും എന്നോട് ഓതും. ക്ലാസ്സിൽ ചിലപ്പോഴൊക്കെ വരും. പക്ഷെ മൂപ്പര് നിരീശ്വരവാദിയാണ്. പക്ഷെ അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി മൂപ്പര് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഈ നാട്ടിന്റെ സ്വഭാവമാണ്, ഈ പറയുന്നവരുടെ പ്രത്യേകതയൊന്നും അല്ലാതെ ഈ നാട്ടിന്റെ പ്രത്യേകതയാണ് എന്ത്? അൽ മദീനത്തു തംഫി ഖബതഹ വൽ ഹറമാനി യംഫി അലി ഖബതഹുമ. അപ്പോൾ ഒരാൾ ഇവിടെ നിരീശ്വരത്വമായിട്ട് ജീവിക്കലും വേറെ, നിരീശ്വരത്വം പ്രചരിപ്പിക്കലും വേറെ, രണ്ടാണല്ലോ. അപ്പോൾ മൂപ്പര് പ്രചരിപ്പിക്കാൻ നടക്കലാണ്. പ്രചരിപ്പിക്കാൻ നടക്കുമ്പോൾ ഓതാനുള്ള ആയത്ത് ഇതാണ്, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു. ഖുർആനിൽ പരസ്പര വിരുദ്ധമുണ്ട്. അപ്പോൾ ഖുർആനിൽ എന്തുണ്ട്? ഇവിടെ സർവ്വമത സത്യം എന്ന തത്വം പറയുന്നുണ്ട്. ഇവിടെ ഒരാൾക്ക് ക്രിസ്ത്യാനായിട്ട് ജീവിച്ചാലും സ്വർഗത്തിൽ പോകാം, ജൂതനായി ജീവിച്ചാലും സ്വർഗത്തിൽ പോകാം, അമുസ്ലിമായിട്ട് ജീവിച്ചാലും സ്വർഗത്തിൽ പോകാം, അവൻ ആരായാലും മതി, അള്ളാഹുവോട് മാത്രം ആരാധിച്ചാലും പ്രാർത്ഥിച്ചാലും മതി എന്ന തത്വം ഈ ആയത്ത് ഓതിയിട്ട് പറയാറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ആ ആയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂറത്തുൽ ബഖറയിൽ 62 ആണ്. സൂറത്തുൽ ബഖറയിൽ 137 നമ്പറിൽ അതിന് മറുപടിയുണ്ട്. അതിന് മറുപടി അല്ലാഹു തന്നെ പറയുകയാണ്, ഫൈൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. തീർന്നല്ലോ. ഈ ആയത്ത് മനപ്പാഠമാക്കി വെക്കുക. ഫൈൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ സഹാബാക്കളെ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിക്കുകയാണെങ്കിൽ അവരാണ് സന്മാർഗികൾ, അല്ലാത്തവർ സന്മാർഗികളല്ല. അപ്പോൾ എന്ത് വേണം? സഹാബാക്കൾ വിശ്വസിച്ചത് എന്താണ്? മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചു, ഈസ നബിയെ കൊണ്ട് വിശ്വസിച്ചു, മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ മുഹമ്മദ് നബിയെ കൊണ്ട് ഖുർആൻ കൊണ്ട് വിശ്വസിക്കാതെ സർവമത സത്യം പറഞ്ഞു നടക്കുന്ന ആ സിദ്ധാന്തം അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഒരിക്കലും ഖുർആനിൽ ഒരായത്ത് മറ്റായത്തോട് ഏറ്റുമുട്ടുന്നതും അല്ല. അതൊക്കെ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിക്കാത്ത വിഭാഗം പറഞ്ഞു പരത്തുന്നതായ കരിഞ്ചന്തയാണ്. അതിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി പാടുപെടണം. ഈ ഹദീസിൽ 2ാമത്തെ വകുപ്പ്, അബ്ദുൻ മംലൂക്കുൻ അദ്ദ ഹഖ്ഖല്ലാഹി വഹഖ്ഖ സയ്യിദി, മംലൂക്കായ ഒരടിമ അവന്റെ യജമാനന്റെ അവകാശം വീട്ടുന്നതോടുകൂടി അള്ളാഹുവിന്റെ അവകാശം വീട്ടുന്നതായ അടിമ, അവന് 2 പ്രതിഫലമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിഷയം റജുലുൻ കാനത് ലഹു അമതുൻ ഫഗദ്ദാഹ ഫഅഹ്സന ഗിദാഹ, ഒരു മനുഷ്യൻ അവൻ്റെ കീഴിൽ ജീവിക്കുന്ന ഒരു അടിമ സ്ത്രീയെ നന്നായിട്ട് അവൾക്ക് നൽകേണ്ടതായ ഭക്ഷണങ്ങൾ നൽകി, അബൂദർ ഗിഫാരി കാട്ടുന്നത് പോലെ നല്ല നല്ല വസ്ത്രങ്ങൾ നൽകി, നല്ല നല്ല ഭക്ഷണം നൽകി, എന്നിട്ട് അവസാനം അവരെ എത്തിക്ക് ചെല്ലി ആ അടിമ സ്ത്രീയെ, എന്നിട്ട് അവരെ കല്യാണം കഴിക്കുകയും ചെയ്ത് അങ്ങനെയുള്ളതായ വ്യക്തിക്ക് 2 പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതായ മഹാനായ ഷാബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ചോദ്യം ചോദിച്ചതായ ഇറാനിയായ ഖുറാസാനിയ
സ്വഹാബിയായ ബിലാദ് മാവറ അന്നഹറിൽ താമസിക്കുന്ന വ്യക്തിയാണ് ചോദ്യം ചോദിച്ചത്. അദ്ദേഹത്തോട് ഈ ഹദീസ് ശരിക്കും പഠിച്ചോ, ശരിക്കും മനസ്സിലാക്കിക്കോ, ഇത് യഥാർത്ഥത്തിൽ ഈ ഹദീസിന് വേണ്ടി മദീനയിലേക്ക് ഖുറാസാനിൽ നിന്നിട്ട് പലരും യാത്ര പോയിട്ടുണ്ട്. ഒരു ഹദീസിന് വേണ്ടി മാത്രം ഖുറാസാനിൽ നിന്നിട്ട് എവിടേക്ക് യാത്ര പോയിട്ടുണ്ട്? മദീനയിലേക്ക് യാത്ര പോയിട്ടുണ്ട് എന്ന് മഹാനായ ഷാബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി. ഈ നിങ്ങൾ കേട്ടതൊക്കെ ബുഖാരിയിലാണ്. ഈ പറഞ്ഞ വാക്കും ഷാബിയുടെ വാക്കും ബുഖാരിയിൽ തന്നെയാണ്. അത്രയും പ്രാധാന്യം ആ ഹദീസിന് നൽകിയിട്ടുമുണ്ട്. കാരണം ഡബിൾ പ്രതിഫലം പരലോകത്തിൽ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അദബും മര്യാദയോട് കൂടി അടിമകളോട് പെരുമാറിയ എന്നിരിക്കുമ്പോൾ സഹിഹ് ഹദീസിൽ അടിമകൾ മാത്രമല്ല, സ്വന്തം കുട്ടികളെ, സ്വന്തം മക്കളെ അവർക്ക് നൽകേണ്ടതായ ശിക്ഷണങ്ങൾ നൽകി വളർത്തി അവരെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന വ്യക്തികൾക്ക് പരലോകത്തിൽ ലഭിക്കുന്നതായ പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല രൂപത്തിൽ സംസാരിച്ചതായിട്ട് പലപ്പോഴും നാം ഇവിടെ കേട്ടതാണ്. അപ്പോൾ ഈ അദബ് മര്യാദ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തുറിച്ച് കാണേണ്ടതായ ഭാഗമാണ്. നീണ്ട ഹദീസുകളൊക്കെ ഇനിയും ഈ വിഷയത്തിൽ പറയാൻ ശേഷിക്കുന്നുണ്ട്. നമ്മുടെ ടൈം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. നിങ്ങൾ ഈ കേട്ടതായ ഹദീസ് ബുഖാരിയിൽ 3111, മുസ്ലിമിൽ 154 ആണ് ഹദീസ്. ഒന്നുകൂടി പറഞ്ഞു കളയാം. ഈ വയസ്സുള്ളവരെ ബഹുമാനിക്കുക, ആദരിക്കുക, അത് റസൂലുള്ള പ്രത്യേകം ഉണർത്തിയതായ ഭാഗമാണ്. ഇക്റാമു മിൻ ഇജ്ലാലില്ലാഹി ഇക്റാമു ദിശ്ശൈബത്തിൽ മുസ്ലിം. അള്ളാഹുവിൻ്റെ കൽപ്പന ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് വയസ്സും പ്രായവുമുള്ളതായ മനുഷ്യന്മാരെ ബഹുമാനിക്കുക, ആദരിക്കുക. അബൂദാവൂദ് പൊടിച്ചിരുന്നു, ഹദീസ് ഹസനാണ്, 4843. അതുപോലെ തന്നെ നിങ്ങൾ 3 പേരുണ്ടെങ്കിൽ 2 പേര് സംസാരിക്കരുത്. 3ാമത്തെ വ്യക്തി അറിയാത്ത ഭാഷയിൽ അതും മര്യാദയ്ക്ക് വിപരീതമാണ്. കാരണം അദ്ദേഹം നിങ്ങൾ സംസാരിക്കുന്നത് അദ്ദേഹത്തിനെ കുറിച്ചാണ് എന്ന് തെറ്റിദ്ധരിക്കും. അത് അങ്ങനെ തെറ്റിദ്ധരിക്കുമ്പോൾ അദ്ദേഹത്തിന് ദുഃഖം വരും. അങ്ങനെ ദുഃഖിപ്പിക്കരുത്. ബുഖാരി പൊളിച്ചെന്ന് 6288, മുസ്ലിമിൽ പൊളിച്ചെന്ന് 2184. അങ്ങനെ പ്രധാനപ്പെട്ട പല പല വിഷയങ്ങളും ഈ വിഷയത്തിൽ നമുക്ക് ഇനിയും പഠിക്കാനും പറയാനുമുണ്ട്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ ഇനിയും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് വിശദീകരിച്ച് കേൾക്കുകയും പറയുകയും ചെയ്യാം. അതിനുള്ള ദീർഘായുസ്സും ആരോഗ്യവും തൗഫീഖും നമുക്ക് ഇവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് രോഗികളായ രോഗശൈലി കിടക്കുന്നതായ പലരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവർ നമ്മുടെ സദസ്സിലുണ്ട്. അപ്രകാരം വിളിച്ചു പറഞ്ഞവരുമുണ്ട്. അവർക്കെല്ലാം അല്ലാഹുവേ അവരുടെ രോഗങ്ങളെ നീ സുഖപ്പെടുത്തി കൊടുക്കണേ രക്ഷിതാവേ. അവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സും ആരോഗ്യവും നിന്റെ വഴിയിൽ പ്രബോധനം ചെയ്ത് പ്രവർത്തിച്ച് നിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ നൽകണേ നാഥ. അവർക്കും ഞങ്ങൾക്കുമെല്ലാം അവസാനത്തിൽ അന്ത്യത്തിൽ ആഖിബത്ത് നന്നായി മരിക്കാനുള്ള ഭാഗ്യവും നൽകണേ രക്ഷിതാവേ. എല്ലാവരും ഒരു കാലത്ത് അല്ലെങ്കിൽ മറ്റൊരു കാലത്ത് മരിക്കേണ്ട ആവശ്യം വരുമല്ലോ. ആ മരിക്കേണ്ടി വരുമ്പോൾ അവർ മരിക്കട്ടെ, നാം മരിക്കട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി സലാമത്താവാനും മരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മുസ്ലിങ്ങൾ ലോകത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ എല്ലാ പ്രയാസങ്ങളും ദൂരപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പ്രയാസങ്ങളെ അവർക്കെല്ലാവർക്കും അല്ലാഹുവിലേക്ക് മടങ്ങലിലൂടെ പ്രയാസത്തിൽ നിന്നിട്ട് വിരമിക്കാനും പ്രയാസത്തിൽ നിന്ന് മോചനം നേടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ നാട്ടിൻ്റെ നേതൃത്വങ്ങൾക്ക് തൗഹീദിൻ്റെ വിജയ പതാക പറപ്പിച്ചുകൊണ്ട് ഖുർആനിനെയും സുന്നത്തിനെയും നടപ്പാക്കിക്കൊണ്ട് ഈ ഭരണകൂടത്തെ മുന്നോട്ട് തള്ളിക്കൊണ്ടു പോകാനുള്ളതായ എല്ലാ കഴിവുകൾക്കും അതിനുള്ളതായ സാമ്പത്തിക ആയുധശേഷിയും എല്ലാ ശേഷിയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകട്ടെ. അവരോട് സഹകരിച്ച് ജീവിക്കാൻ ലോക മുസ്ലിങ്ങൾക്കും ലോക രാഷ്ട്രങ്ങൾക്കും നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.